നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചരിത്രമായി പത്രികാ സമർപ്പണം. രാഹുൽ ഗാന്ധി വയനാട് കളക്ടറേറ്റിൽ പത്രിക നൽകി. പത്രിക നൽകാൻ പ്രിയങ്കയും. കൽപ്പറ്റയിൽ നഗരം ഇളക്കിമറിച്ച രാഹുലിന്റെ റോഡ് ഷോ. ആവേശം വാനോളമുയർന്ന UDF പ്രവർത്തകർ. സഹോദരന് വോട്ടഭ്യർത്ഥിച്ച പ്രിയങ്കയുടെ ട്വീറ്റ്. പോരാട്ടം മോദിയെ താഴെയിറക്കാനെന്ന CPI ദേശീയ സെക്രട്ടറി D. രാജ. രാഹുൽ വയനാട്ടിൽ എത്തിയത് അമേഠിയിലെ തോൽവി പേടിച്ച. കോർപ്പറേറ്റുകൾക്കു വേണ്ടിയാണ് രാഹുൽ മത്സരിക്കുന്നതെന്നും CK ജാനു. കേരളത്തിൽ പത്രികാ സമർപ്പണം സമാപിച്ചു. സൂക്ഷ്മ പരിശോധന നാളെ. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പത്രികാ സമർപ്പണം ചരിത്ര സംഭവമായി. രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രിയങ്ക ഗാന്ധിയോടും പ്രമുഖ നേതാക്കളോടുമൊപ്പമാണ് രാഹുൽ വയനാട് കളക്ടറേറ്റിൽ വരണാധികാരിയായ കളക്ടർ AR അജയകുമാറിന് പത്രിക നൽകിയത്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ചരിത്ര മുഹൂർത്തത്തിനാണ് 11:15 വയനാട് കളക്ടറേറ്റ് സാക്ഷ്യം വഹിച്ചത്. അതിരാവിലെ തന്നെ കൽപ്പറ്റ നഗരം UDF പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു. കുറ്റമറ്റ സുരക്ഷാ സംവിധാനങ്ങളിലൂടെയാണ് രാഹുൽ ഗാന്ധിക്ക് പത്രികാ സമർപ്പണത്തിനായി കളക്ടറേറ്റും പരിസരവും കേന്ദ്ര സംസ്ഥാന സുരക്ഷാ സേനകൾ കൽപ്പറ്റ നഗരത്തിന്റെ മുക്കിലും മൂലയിലും നിലയുറപ്പിച്ചിരുന്നത്. 10:30 ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഉൾപ്പെടെയുള്ള UDFന്റെ സംസ്ഥാന നേതൃത്വം തന്നെ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെത്തി. പിന്നീട് ആകാംക്ഷയുടെ നിമിഷങ്ങൾക്ക് വിരാമമിട്ട 11 മണിയോടെ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ രാഹുൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി. രാഹുലിനൊപ്പം പ്രിയങ്കയും കൂടി ഇറങ്ങിയതോടെ അണികളിൽ ആവേശമണപൊട്ടി. തുടർന്ന് പ്രത്യേകം സജ്ജമാക്കിയ തുറന്ന വാഹനത്തിൽ കളക്ടറേറ്റിലേക്ക് എത്തി പത്രിക സമർപ്പിച്ചു. I, Rahul Gandhi, having been nominated as a candidate to പത്രികാ സമർപ്പണത്തിന് ശേഷം ബൈപ്പാസ് വഴി കൽപ്പറ്റ നഗരം ചുറ്റി റോഡ് ഷോ. പതിനായിരങ്ങളാണ് റോഡിനിരുവശവും പ്രിയ നേതാക്കളെ കാണാനായി തടിച്ചുകൂടിയിരുന്നത്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന റോഡ് ഷോയ്ക്ക് ശേഷം 1 മണിയോടെ രാഹുൽ തിരിച്ചുപോയി. വയനാട്ടിൽ ഇറങ്ങിയപ്പോൾ പതിനായിരങ്ങളാണ് ആയിരങ്ങളാണ് ഏതായാലും വലിയൊരു ഇന്ത്യ ഒന്നെന്ന സന്ദേശം നൽകാനാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. റോഡ് ഷോയ്ക്ക് ശേഷം കൽപ്പറ്റയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി
ദക്ഷിണേന്ത്യയെ അവഗണിച്ചു. ദക്ഷിണേന്ത്യയുടെ സംസ്കാരത്തെ ആക്രമിക്കാനാണ് RSS ശ്രമമെന്നും രാഹുൽ പറഞ്ഞു. വിമർശനങ്ങളെ സന്തോഷത്തോടെ നേരിടുമെന്നും രാഹുൽ വയനാട്ടിൽ മത്സരത്തിനെത്തുന്നതിനെതിരെ കടുത്ത വിമർശനവുമായി CPM രംഗത്തെത്തിയിരുന്നു. ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന പരാമർശമാണ് ഇന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത്. തന്റെ മത്സരം CPM-നെതിരെയല്ല, BJP-ക്കെതിരെ തന്നെയാണ്. വയനാട്ടിൽ മത്സരിക്കുന്നത് ഇന്ത്യ ഒന്നാണെന്ന സന്ദേശം നൽകാനാണ്. CPM തന്നെ കടന്നാക്രമിക്കുന്നുണ്ടെന്ന് തനിക്കറിയാം. CPM തനിക്കെതിരെ എന്തു പറഞ്ഞാലും തിരിച്ചൊന്നും പറയില്ല. CPM-നെതിരെ ഒരു വാക്കുപോലും പറയില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. Against the CPM. I'm here to send a message of unity. I'm here to send a message that South India is important. And I fully understand that the CPM has to attack. So I will absorb all their attack with happiness. But from me, you will not hear a word in my campaign against the CPM. അനുപൂർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. പത്രികാ സമർപ്പണത്തിന് ശേഷം കൽപ്പറ്റ നഗരവീതിയിൽ രാഹുൽ നടത്തിയ റോഡ് ഷോ ആവേശ കടലിരമ്പുമായി. തുറന്ന വാഹനത്തിൽ പ്രിയങ്ക ഗാന്ധി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ തുടങ്ങിയവരോടൊപ്പം ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് നീങ്ങിയ രാഹുലിന് പ്രത്യഭിവാദ്യങ്ങൾ അർപ്പിച്ച 10,000-കണക്കിന് ജനങ്ങളാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. കോൺഗ്രസിന്റെ ത്രിവർണ പതാകകളും മുസ്ലിം ലീഗിന്റെ ചന്ദ്രക്കല ആലേഖനം ചെയ്ത പച്ചക്കൊടികളും തീർത്ത വർണ്ണ വിസ്മയം നഗരത്തിന് അവിസ്മരണീയമായ അനുഭവമായി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചതോടുകൂടി വയനാട് മണ്ഡലവും ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. അതിലേറെ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ഇന്ന് രാവിലെ നടന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും റോഡ് ഷോയായിരുന്നു. പാതയോരങ്ങളിലും കെട്ടിടത്തിന് മുകളിൽ പോലും തടിച്ചുകൂടിയ ജനസാഗരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് 4.5 കിലോമീറ്റർ ദൂരം രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയുടെയും റോഡ് ഷോ നടന്നത്. മുൻ നിശ്ചയിച്ചതിൽ നിന്നും മാറി കലക്ടറേറ്റ് പടിക്കൽ നിന്നും കൈനാട്ടി ജംഗ്ഷൻ വഴി ബൈപ്പാസ് വഴി ചുങ്കത്ത് നിന്ന് പ്രധാന റോഡ് വഴി SKMJ ഗ്രൗണ്ടിലേക്ക് റോഡ് ഷോ അവസാനിക്കുകയാണ് ചെയ്തത്. 4.5 കിലോമീറ്റർ ദൂരമാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഒപ്പം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഒപ്പം ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഘടകകക്ഷി UDF-ൻ്റെ ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ എല്ലാം തുറന്ന വാഹനത്തിൽ അണിനിരന്നുകൊണ്ടുള്ള റോഡ് ഷോ നടന്നത്. റോഡ് ഷോ നടക്കുമ്പോഴും ആയിരക്കണക്കിന് UDF പ്രവർത്തകർക്കാണ് ഈ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പാതയോരത്തിൻ്റെ ഇരു ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവർ വരെ UDF പ്രവർത്തകർ ആവേശത്തോടെ തന്നെയാണ് രാഹുൽജി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ രാഹുൽജിക്ക് പ്രചോദനം പകർന്നത്. ഒപ്പം രാഹുൽജിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും അഭിവാദ്യം ചെയ്തുകൊണ്ട് UDF പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തതോടുകൂടി UDF പ്രവർത്തകരുടെ ആവേശം വാനോളം ഉയർന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളവരോട് അഭ്യർത്ഥനയുമായി പ്രിയങ്ക ഗാന്ധിയുടെ ട്വീറ്റ്. രാഹുലിനെ ഒപ്പം നിർത്തൂ എന്നും അദ്ദേഹം വയനാടിനെ കൈവിടില്ലെന്നും പ്രിയങ്ക ട്വീറ്റിൽ കുറിച്ചു. എൻ്റെ സഹോദരൻ, വിശ്വസ്ത സുഹൃത്ത്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ധൈര്യശാലിയായ വ്യക്തി, വയനാട് അദ്ദേഹത്തെ ഒപ്പം നിർത്തൂ, അദ്ദേഹം നിങ്ങളെ കൈവിടില്ല എന്നായിരുന്നു ട്വീറ്റിൽ കുറിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണം ആവേശത്തിരയിളകി കൽപ്പറ്റ നഗരവും പരിസരവും. രാവിലെ മുതൽ തന്നെ SKMJ, കലക്ടറേറ്റ്, ടൗൺ എന്നിവിടങ്ങളിൽ പ്രവർത്തകരാൽ നിറഞ്ഞു. കൊടികൾ വീശിയും മുദ്രാവാക്യം മുഴക്കിയും സ്ത്രീകളടക്കം ആയിരങ്ങളാണ് എത്തിയത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നതുമുതൽ അണികളിലുണ്ടായ ആവേശം കൊടിമുടി കയറുന്ന കാഴ്ചയാണ് വയനാട് ലോക്സഭാ മണ്ഡലം ആസ്ഥാന നഗരിയായ കൽപ്പറ്റയിൽ ഇന്ന് കണ്ടത്. രാഹുൽ ഇന്ന് പത്രിക സമർപ്പണത്തിന് എത്തുന്നതറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകളാണ് കൽപ്പറ്റയിൽ എത്തിച്ചേർന്നത്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഒന്നിച്ചാണല്ലോ വരുന്നത്. രാഹുൽ ഗാന്ധി ഒന്നിച്ചാണല്ലോ വരുന്നത്. പണ്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മുടെ കയ്യോടിലാണ് പ്രിയങ്ക ഗാന്ധി എപ്പോഴും കാണാനാകലാണ്. ഇനി ഉത്തർപ്രദേശും മറ്റ് വടക്കേന്ത്യൻ സ്ഥലങ്ങളിലെ അവർ കൂടുതലുണ്ടാകാം. അങ്ങനെ കേരളത്തിൽ ഇനി വരുമെന്നുള്ളൊരു പ്രയാസം തന്നെയായിരിക്കും. കാരണം രാഹുൽ ഗാന്ധിക്ക് വടക്കേന്ത്യയിലൊന്നും പ്രവർത്തിക്കേണ്ട സമയം വളരെ കുറവായിരിക്കുമല്ലോ. ഇപ്പം തമിഴ്നാട്, കർണാടക, കേരള അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൂടുതൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് കൂടുതൽ നമ്മൾ 2-3-4 പ്രാവശ്യം പോലെ തന്നെ കേരളത്തിൽ തന്നെ വരേണ്ടി വരും.
രാവിലെ 7 മണി മുതൽ പ്രവർത്തകർ കൽപ്പറ്റയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഓരോ മിനിറ്റ് കഴിയും തോറും എത്തുന്ന പ്രവർത്തകരുടെ എണ്ണവും വർദ്ധിച്ചു വന്നു. രാഹുൽ ഗാന്ധിയുടെ പോസ്റ്ററുകളും കൊടികളുമേന്തി മുദ്രാവാക്യം മുഴക്കിയാണ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ എതിരേൽക്കാൻ എത്തിയത്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ SKMJ സ്കൂൾ പരിസരത്തും പാതയോരത്തും കെട്ടിടങ്ങളുടെ മുകളിലുമൊക്കെ രാവിലെ തന്നെ എത്തി സ്ഥാനം പിടിച്ചു. പിന്നീട് മണിക്കൂർ നീണ്ട കാത്തിരിപ്പ്. തങ്ങളുടെ പ്രിയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റു നേതാക്കൾക്കൊപ്പം കോപ്റ്ററിൽ വന്നിറങ്ങി. ഇതോടെ മൈതാനത്ത് ചുറ്റും നിന്നവർ ആവേശത്താൽ ആർപ്പ് വിളിച്ചും മുദ്രാവാക്യം മുഴക്കിയും ഇവർക്ക് സ്വാഗതമേകി. തുടർന്ന് കലക്ടറേറ്റിലേക്ക് തുറന്ന വാഹനത്തിൽ യാത്ര. പാതയോരത്ത് തടിച്ചുകൂടിയ ജനത്തെ അഭിവാദ്യം ചെയ്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റു നേതാക്കൾക്കൊപ്പം തുറന്ന വാഹനത്തിൽ മുന്നേറുമ്പോൾ ആവേശത്തിരമാല തീർക്കുകയായിരുന്നു ചുറ്റും കൂടിയവർ. അബു താഹിർ, വയനാട് വിഷൻ, കൽപ്പറ്റ. രാഹുലിനെ വിമർശിച്ച് CK ജാനു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായത് വയനാട് മണ്ഡലത്തിലെ ജനത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ലെന്നും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്നും CK ജാനു. ഉത്തർപ്രദേശിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത രാഹുൽ അവിടെ അമേഠിയിലെ തോൽവി പേടിച്ചാണ് വയനാട്ടിൽ എത്തിയതെന്നും CK ജാനു പറഞ്ഞു. മാനന്തവാടിയിൽ LDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അതിനു മുമ്പുള്ള മുഴുവൻ വർഷവും രാഹുൽ ഗാന്ധിന്റെ പാർട്ടിയല്ലേ വെച്ചത്. അപ്പൊ എന്താണ് ഇവിടെ ചെയ്തത്? ആ സമയത്തൊക്കെ അന്ന് നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് സാധ്യതകളും അവസരങ്ങളും ഉണ്ടായിരുന്നില്ലേ? അതിലുപരി കഴിഞ്ഞ പ്രാവശ്യം അടുപ്പിച്ച് ഭരിച്ച MP ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്താണ് വയനാട് നിയോജക മണ്ഡലത്തിന് വേണ്ടി ചെയ്തത്? എവിടെയെങ്കിലും MP-യുടെ വക എന്തെങ്കിലും ചെയ്തത് ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ ഉണ്ടോ? ഒന്നുമില്ല. കുറ്റമറ്റ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൽപ്പറ്റ നഗരത്തിൽ ഒരുക്കിയിരുന്നത്. 3-4 ദിവസം മുൻപ് തുടങ്ങിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പൂർണ്ണഫലം കണ്ടു. നിസ്സാരമായ ഒരൊറ്റ അനിഷ്ട സംഭവം പോലും ഉണ്ടാകാതെയാണ് രാഹുൽ കൽപ്പറ്റ സന്ദർശിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തിരിച്ചുപോയത്. മാവോയിസ്റ്റ് ഭീഷണിയും മറ്റും നിലനിൽക്കുന്നതിനാൽ അതീവ സുരക്ഷയാണ് രാഹുലിന് ഒരുക്കിയിരുന്നത്. ഇന്നലെ രാത്രി മുതൽ നഗര നിയന്ത്രണം SPG കൈയടക്കി. കളക്ടറേറ്റ് പരിസരം, രാഹുൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ SKMJ സ്കൂൾ ഗ്രൌണ്ട്, പഴയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളെയെല്ലാം SPGയുടെയും കേരള പോലീസിന്റെയും നിയന്ത്രണത്തിലായിരുന്നു. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, വിവിധ സ്ട്രൈക്കർ ഫോഴ്സ് വിഭാഗങ്ങൾ എന്നിവരും അഗ്നിശമന സേനയും നഗരത്തിൽ ജാഗ്രത പാലിച്ചു. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. റോഡ് ഷോയ്ക്കിടെ പരിക്കേറ്റ മാധ്യമപ്രവർത്തകനെ സഹായിച്ച് രാഹുലും പ്രിയങ്കയും. റോഡ് ഷോയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി ട്രക്കിൽ സഞ്ചരിക്കുന്നതിനിടെ വാഹനത്തിന്റെ ബാരിക്കേഡ് തകർന്ന വനിതാ മാധ്യമപ്രവർത്തകരടക്കം 5 പേർ താഴേക്ക് വീഴുകയായിരുന്നു. റോഡ് ഷോ അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പായിരുന്നു സംഭവം. മാധ്യമപ്രവർത്തകർ അപകടത്തിൽപ്പെടുമ്പോൾ ഈ സമയം സമീപത്തെ വാഹനത്തിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് ഓടിയെത്തി. പരിക്കേറ്റവർക്ക് വെള്ളം നൽകുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആംബുലൻസിലേക്ക് മാറ്റുകയും ചെയ്തു. കൂടുതൽ പരിക്കേറ്റ ഇന്ത്യ എഹഡ് കേരള റിപ്പോർട്ടർ റിറ്റ്സൺ ഉമ്മനെ സ്ട്രക്ചറിലെടുത്താണ് ആംബുലൻസിൽ കയറ്റിയത്. ഇതിന് രാഹുൽ ഗാന്ധിയും സഹായിച്ചു. പ്രിയങ്ക ഗാന്ധിയാണ് റിറ്റ്സന്റെ ഷൂ എടുത്ത് ആംബുലൻസിലെത്തിച്ചത്. ഷൂ ഒരു പ്രാവശ്യം പ്രിയങ്കയുടെ കയ്യിൽ നിന്നും താഴെ വീഴുന്നതും അവർ വീണ്ടും എടുത്തു നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ന്യൂസ് 9 റിപ്പോർട്ടർ സുപ്രിയയ്ക്കും പരിക്കേറ്റു. ഇരുവരും കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ ചികിത്സയിലാണ്. റോഡ് ഷോ അവസാനിക്കുന്ന SKMJ സ്കൂൾ മൈതാനിന് സമീപത്ത് വെച്ചാണ് അപകടം നടന്നത്. അനുപൂർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. മോദി സർക്കാരിനെ താഴെയിറക്കാനുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് CPI ദേശീയ സെക്രട്ടറി D. രാജ. മാനന്തവാടിയിൽ LDF കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്ന കോൺഗ്രസ് BJPക്കും RSSനും കോർപ്പറേറ്റുകൾക്കും കീഴടങ്ങിയെന്നും D. രാജ കുറ്റപ്പെടുത്തി. മാനന്തവാടി മണ്ഡലം കൺവെൻഷനിൽ PV സഹദേവൻ അധ്യക്ഷനായിരുന്നു. സത്യൻ മൊകേരി, CK ജാനു തുടങ്ങിയവർ സംസാരിച്ചു. അമിത്ഷാ മോദി കൂട്ടുകെട്ട് രാജ്യത്തെ ജനാധിപത്യവും നിയമങ്ങളും കാറ്റിൽ പറത്തുകയാണെന്ന് രാജ കുറ്റപ്പെടുത്തി. BJPയുമായി നേരിട്ട് മത്സരിക്കാവുന്ന തമിഴ്നാട്ടിലെയും കർണാടകയിലെയും മണ്ഡലങ്ങളിൽ മത്സരിക്കാതെ വയനാട്ടിൽ ഇടതുപക്ഷത്തോട് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി നൽകുന്ന സന്ദേശം എന്താണെന്ന് D. രാജ ചോദിച്ചു. Under Modi's regime, under BJP's regime, that is why the left parties are convinced, and we stand before you. If you want to save India,
If you want to save the constitution, if you want to save the parliament and the parliamentary democracy, people should vote against BJP and its allies. People should remove Modi from power. People should remove BJP from power. And we should have a government consisting of secular democratic forces. വയനാട് വിഷൻ മാനന്തവാടി. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്നും കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ അകറ്റി നിർത്തി. ബത്തേരിയിൽ LDFുമായുള്ള സഹകരണമാണ് കേരള കോൺഗ്രസിനെ അകറ്റി നിർത്താൻ കാരണം. അതിനിടെ ഇന്ന് DCC ഓഫീസിലെത്തിയ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KJ ദേവസിക്കെതിരെ പ്രതിഷേധവുമുണ്ടായി. കേരള കോൺഗ്രസ് എം ബത്തേരിയിൽ LDFുമായി ചേർന്ന് ഭരണം നടത്തുന്ന നടപടിയാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഇക്കാരണത്താൽ കഴിഞ്ഞ 3 വർഷമായി ജില്ലാ UDF നേതൃത്വം കേരള കോൺഗ്രസിനെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതിനിടെ കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം പാർട്ടി അംഗവും നഗരസഭാ ചെയർമാനുമായ TL സാബുവിനോട് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ നിർദ്ദേശം സാബു തള്ളി. ഇതിനെ തുടർന്ന് സാബുവിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനിക്കുകയും ഇക്കാര്യം ജില്ലാ UDF നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നീക്കം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ അറിവോടെയാണെന്നും UDFിൽ നിന്ന് ആരോപണവും ഉയർന്നു. ഈ ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കെയാണ് ഇന്ന് രാവിലെ KJ ദേവസ്യ DCC ഓഫീസിലെത്തിയത്. ഈ സമയത്ത് UDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് ഇടപെട്ടാണ് KJ ദേവസ്യയെ രക്ഷിച്ച് പുറത്തെത്തിച്ചത്. സംഭവ സമയത്ത് ഉമ്മൻചാണ്ടി, PK കുഞ്ഞാലിക്കുട്ടി, ജോസ് കെ മാണി അടക്കമുള്ള നേതാക്കളുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ബത്തേരി. കേരളത്തിൽ പത്രികാ സമർപ്പണം അവസാനിച്ചു. സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച. വയനാട്ടിൽ ഇതുവരെ 23 പത്രികകൾ. രാഹുൽ ഗാന്ധിക്ക് പുറമെ സരിത S. നായരും ഇന്ന് പത്രിക സമർപ്പിച്ചു. പത്രിക സമർപ്പിക്കാനുള്ള സമയം വൈകുന്നേരം 3 മണിക്ക് അവസാനിച്ചു. വെള്ളിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാൻ ഏപ്രിൽ 8 വരെ സമയമുണ്ട്. ഈ മാസം 23-നാണ് വോട്ടെടുപ്പ്. അടുത്ത മാസം 23-ന് വോട്ടെണ്ണും. 27-ഓടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാകും. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. രാഹുൽ ഗാന്ധി UDF സ്ഥാനാർത്ഥിയായി പത്രിക നൽകാൻ എത്തിയിട്ടും കലക്ട്രേറ്റ് പടിക്കൽ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ ഭൂമി നഷ്ടപ്പെട്ട കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് പ്രതീക്ഷ ഒട്ടുമില്ല. രാഹുലിന്റെ സന്ദർശനം പ്രമാണിച്ച് സമരപ്പന്തൽ പൊളിച്ചു നീക്കുമോ എന്ന ആശങ്കയിലായിരുന്നു ഇവർ. ഇതുവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഒരു സ്ഥാനാർത്ഥികളും ഇവിടെ വന്നിട്ടില്ല. ഒരു സ്ഥാനാർത്ഥികൾക്ക് ഇത് വരാൻ പറ്റുകയില്ല. ഇതിനു മുമ്പ് എല്ലാ സ്ഥാനാർത്ഥികളും വന്നിട്ട് പോയതാണ്. ആരിൽ നിന്നും നീതി കിട്ടുന്നില്ല. നമുക്ക് ആരുടെ നിന്ന് നീതി കിട്ടില്ല. ഇത് നീതി ലഭിക്കാനാണെങ്കിൽ ഒരൊറ്റ മണിക്കൂർ മതി. 1 മണിക്കൂറിന് നീതി ലഭിക്കും. അത് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ അത് എത്രണ്ണവൻ്റെ മുന്നിൽ എത്തുന്നില്ലെന്ന് മാത്രം. അതിനു മുമ്പ് ഈ കേസ് അട്ടിമറിക്കുക. സരിത S. നായർ വയനാട്ടിലും പത്രിക നൽകി. ഹൈബിയിടൻ മത്സരിക്കുന്ന എറണാകുളം മണ്ഡലത്തിലും സരിത പത്രിക നൽകിയിരുന്നു. കോൺഗ്രസിനെതിരെ സരിത രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു 5 വർഷമായിട്ട് കോൺഗ്രസിനെതിരെ ഒറ്റയാൾപട്ടാളം എന്നുള്ള നിലയ്ക്ക് എന്താ പറയുക ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിയമപരമായും അല്ലാതെയും. അപ്പം എനിക്ക് കിട്ടുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ഞാൻ ഒറ്റപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ട്, ഒരു പാർട്ടിയുടെ ബാക്കപ്പ് ഇല്ലാതെ ഇരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ബാക്കപ്പ് ഇല്ലാതിരിക്കുന്നതുകൊണ്ട് അവർ വളരെ മോശപ്പെട്ട സ്ത്രീ എന്നുള്ളൊരു ഇമേജാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ കൂടി അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കിയത് കോൺഗ്രസ് ആണ്. അപ്പം ഓരോ സ്ത്രീക്കും, കേരളത്തിലെ ഓരോ സ്ത്രീക്കും സംരക്ഷണം കൊടുക്കാമെന്ന് നാഴിക 40 വട്ടം പറയുന്ന കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി, ഞാൻ ഒരു 100 പരാതിയോളം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയിൽ ഒന്നും തന്നെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവരുടെ പാർട്ടിക്കെതിരെ അലിഗേഷൻ പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ആളെന്നുള്ള നിലയിൽ, സാധാരണ സ്ത്രീ എന്നുള്ള നിലയിലാണ് കംപ്ലൈന്റ് കൊടുത്തത്. അതിന് പോലും ഒരു മറുപടി തരാൻ കഴിവില്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്നത്? മറ്റു വാർത്തകളിലേക്ക്. ഓട്ടോ പാർക്കിങ്ങിന് മതിയായ സ്ഥല സൗകര്യമില്ല. മേപ്പാടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ ഏർപ്പെടുത്തിയ ക്യൂ സമ്പ്രദായം താളം തെറ്റുന്നു. റോഡിന് ഇരുവശത്തും ഓട്ടോകൾ പാർക്ക് ചെയ്യുന്ന നിലവിലെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെന്ന ആവശ്യം. ഗ്രാമപഞ്ചായത്തും ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുമാണ് തീരുമാനമെടുക്കുന്നത്. 1 വർഷം മുമ്പാണ് ഈ സ്റ്റാൻഡിൽ ഓട്ടോകൾക്ക് ക്യൂ സമ്പ്രദായം ഏർപ്പെടുത്തിയത്. അന്നത് വളരെ സൗകര്യപ്രദവുമായിരുന്നു. 44 ഓട്ടോകളാണ് അന്ന് സ്റ്റാൻഡിലുണ്ടായിരുന്നത്. അന്നും പാർക്കിങ്ങിന് മതിയായ സ്ഥലമില്ലാത്ത സ്ഥിതിയുണ്ടായിരുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 18 ഓട്ടോകൾ കൂടി പുതിയ പെർമിറ്റ് എടുത്ത് ഇവിടേക്ക് വന്നു. പൊതുവെ ഓട്ടം കുറവുള്ള അവസ്ഥയിൽ ഏതാണ്ട് മുഴുവൻ ഓട്ടോകളും അധിക നേരവും സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യേണ്ട സ്ഥിതിയുണ്ട്. നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ കഴിയാതെ വരുന്നതിനാൽ റോഡിൻ്റെ മറുവശത്ത് കൂടി ഓട്ടോകൾ പാർക്ക് ചെയ്യേണ്ടി വരുന്നു. ഇത് തിരക്കുള്ള ഹൈവേയിൽ വാഹന ഗതാഗതത്തിന് തടസ്സമാകുന്നതോടൊപ്പം അപകടങ്ങൾക്കും കാരണമാകുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.
ട്രാഫിക് അഡ്വൈസറി ബോർഡ് ഒരു പരിഷ്കാരം ഇവിടെ കൊണ്ടുവന്നു. ഇന്ന് ആ പരിഷ്കാരം എല്ലാം തന്നെ ഒരു കുത്തഴിഞ്ഞ മട്ട. ഏകദേശം ഒരു വർഷം മുൻപ് മേപ്പാടി പഞ്ചായത്തിൽ ഏകദേശം ഒരു 10-40 ഓട്ടോറിക്ഷകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു 10-60-70 ഓട്ടോകൾ ആയി മാറിക്കഴിഞ്ഞു. പിന്നെ പഞ്ചായത്ത് ഈ പുതിയതായി വരുന്ന ഓട്ടോകൾക്ക് മുഴുവനും പെർമിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഇവിടെ ക്യൂ സമ്പ്രദായം ഏർപ്പെടുത്തിയത്. മാറിയ സാഹചര്യത്തിൽ പാർക്കിംഗ് പുനഃക്രമീകരിക്കണമെന്നാണ് ആവശ്യമുയർന്നിട്ടുള്ളത്. അതോടൊപ്പം പുതിയ പെർമിറ്റ് അനുവദിക്കുന്നതിനും നിയന്ത്രണം വേണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. ഗർഭിണി കുഴഞ്ഞു വീണു മരിച്ചു. കോട്ടത്തറ മാനിയിൽ മുസ്തഫയുടെ ഭാര്യ സഹീറയാണ് കുഴഞ്ഞു വീണു മരിച്ചത്. ഇന്ന് രാവിലെ മുറ്റമടിക്കുമ്പോൾ കുഴഞ്ഞു വീണ സഹീറയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തലപ്പുഴ പുതിയിടത്തെ പരേതനായ അലവി ഉസ്താദിന്റെ മകളാണ്. അറബി മാന്ത്രിക ചികിത്സയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയ പേരിയ സ്വദേശി വടകരയിൽ അറസ്റ്റിൽ. പേരിയ മുള്ളൻ കളരിത്തൊടിയിൽ ഉസ്മാൻ ഹാജി മുസ്ലിയാരെയാണ് വടകര CI MM അബ്ദുൽ കരീമും സംഘവും അറസ്റ്റ് ചെയ്തത്. ദാമ്പത്യ പ്രശ്നത്തിന് പരിഹാരം അറബി മാന്ത്രിക ചികിത്സയിലൂടെ കണ്ടെത്താമെന്ന് വാഗ്ദാനം നൽകി 7 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന വടകര സ്വദേശിയായ ഭർത്തുമതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബാണാസുര സാഗർ ഡാം പരിസരത്ത് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വാന്തനം കൗൺസിലിംഗ് എന്ന പേരിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, പാലക്കാട് എന്നിവിടങ്ങളിൽ സ്ഥാപനങ്ങൾ നടത്തിവരുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട് ഉദുമൽപേട്ട് ആസ്ഥാനമായാണ് പ്രവർത്തനം. എന്ത് അസുഖത്തിനും പ്രശ്നത്തിനും പരിഹാരം അറബി മാന്ത്രിക ചികിത്സ എന്ന അവകാശവാദം ഉന്നയിച്ച് 2010 മുതൽ ചികിത്സ നടത്തിവരുന്ന ഇയാൾക്ക് 6 കോടി രൂപയുടെ ആസ്തിയുള്ളതായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വീണ്ടും പ്രധാന വാർത്തകൾ. ചരിത്രമായി പത്രികാ സമർപ്പണം. രാഹുൽ ഗാന്ധി വയനാട് കളക്ടറേറ്റിൽ പത്രിക നൽകി. പത്രിക നൽകാൻ പ്രിയങ്കയും. കൽപ്പറ്റയിൽ നഗരം ഇളക്കിമറിച്ച രാഹുലിന്റെ റോഡ് ഷോ. ആവേശം വാനോളമുയർന്ന UDF പ്രവർത്തകർ. സഹോദരന് വോട്ടഭ്യർത്ഥിച്ച പ്രിയങ്കയുടെ ട്വീറ്റ്. പോരാട്ടം മോദിയെ താഴെയിറക്കാനെന്ന CPI ദേശീയ സെക്രട്ടറി D രാജ. രാഹുൽ വയനാട്ടിൽ എത്തിയത് അമേഠിയിലെ തോൽവി പേടിച്ച. കോർപ്പറേറ്റുകൾക്കു വേണ്ടിയാണ് രാഹുൽ മത്സരിക്കുന്നതെന്നും CK ജാനു. കേരളത്തിൽ പത്രികാ സമർപ്പണം സമാപിച്ചു. സൂക്ഷ്മ പരിശോധന നാളെ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.